ഇപ്പോൾ മറ്റൊരു പ്രതികരണം വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് കുഞ്ഞിനോട് അങ്കണവാടി ടീച്ചറുടെ ക്രൂരത. 2.25 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്ത് കൈവീശി അടിച്ചു. മൊട്ടമോട് പറമ്പുകോണത്ത് പ്രവർത്തിക്കുന്ന അങ്കണവാടിയിലാണ് സംഭവം. ഇപ്പോൾ കുഞ്ഞിന്റെ രക്ഷിതാക്കൾ മാതാപിതാക്കൾ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് എന്തായിരുന്നു സംഭവം ഇന്നലെ ഉണ്ടായത്? ഇന്നലെ ഒരു 2:45-3 മണിയായപ്പം എൻ്റെ പപ്പയാണ് കുഞ്ഞിനെ വിളിക്കാൻ പോയത്. അപ്പോൾ എൻ്റെ കുഞ്ഞ് മാത്രമല്ല, ചേട്ടൻ്റെ 2 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ വിളിക്കാൻ പോയപ്പോൾ ബാക്കി 2 കുഞ്ഞുങ്ങളും ഓടി വന്നു. പക്ഷേ അവിടെ ഏറ്റവും നല്ല ആക്റ്റീവ് ഈ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുഞ്ഞാണ്. വയസ്സിൽ കുറവാണെങ്കിലും അവൾ നല്ല ആക്റ്റീവാണ്, ഓടി വരും, ഇവൾ എന്നെ ചെരുപ്പിടും, ബാഗിടും, എല്ലാം അവൾ തന്നെ ചെയ്തോളൂ. അപ്പോൾ ഇന്നലെ ആയപ്പം പതുക്കെ നടന്നു വന്ന് അവിടെ അങ്ങ് സ്റ്റെപ്പ് ഇരുന്ന് അവൾ ഒന്നും മിണ്ടില്ല, വയ്യാത്ത പരുവത്തിരിക്കും പോലെ ഇരിക്കുന്നത്. അപ്പം നിക്കറൊക്കെ മൂത്രത്തിൽ നനഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പം പപ്പ പതുക്കെ വേറെ ഒന്നും നോക്കിയില്ല. ജോലി കഴിഞ്ഞ് വന്ന സമയമായതുകൊണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് ഇനി വീട്ടിലോട്ട് പോകുന്നു. പോയ വഴിക്ക് പശു ഇതൊക്കെ കാണിച്ചു കൊടുക്കുക ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇന്നലെ ഇവള് ഒന്നും അനക്കൊന്നുമില്ല, മിണ്ടാതെ ഇരുന്ന് വീട്ടിൽ വന്നപ്പം ട്രോമയിലായിരുന്നു. ട്രോമ സ്റ്റേജിലാണ് ഇരുന്നത്, അടിയുണ്ട് ആ ഒരു ഇതിൽ തന്നെ. അപ്പം വീട്ടിൽ വന്നപ്പോൾ ഞാനും വൈഫും ജോലിക്ക് പോണെ കൊണ്ട് ചേട്ടൻ്റെ വൈഫാണ് നോക്കുന്നത്. അപ്പം ചേട്ടത്തി കയ്യിൽ വാങ്ങിച്ചപ്പം മടിയിൽ കൂടെ കിടന്ന്. അപ്പം തട്ടി എന്താണെന്നൊക്കെ ചോദിച്ചപ്പം അനക്ക് ഒന്നും മിണ്ടില്ല. അപ്പോൾ ഒന്നുകൂടെയൊക്കെ തട്ടി ഇങ്ങനെ നോക്കിയപ്പോഴാണ് കവിളിൽ ഒരു പാട് കണ്ട്. സ്പോട്ടിൽ ചെറിയ പാടല്ല, കാരണം അതൊരു 3 വിരലിങ്ങനെ തിമിർത്ത മട്ടിലാണ്. പക്ഷെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പരമ്പി കിടന്ന പാട്, പിന്നെ പറയുന്നത് മറ്റോ കൊച്ച് കടിച്ചതായിരിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത്. കടിച്ചാൽ അങ്ങനെ ഒരു പാട് അങ്ങനെ വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ സ്പോട്ടിൽ ടീച്ചറിനെ വിളിച്ചപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ആയ വിളിച്ചപ്പോൾ ആയ ലീവാണെന്ന് പറഞ്ഞ്. പിന്നെ ആശാവർക്കൻ്റെ വീട്ടിൽ പോയി വിളിച്ചപ്പം ടീച്ചർ ഫോൺ എടുത്ത്. ആയ ലീവായിരുന്നു അറിയാം. എന്താ പറഞ്ഞു? വർക്കർ പറഞ്ഞ് അവരവിടെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല. ഈ 2 പേരുടെ സംസാരത്തിൽ ഒരു പന്തികേടുണ്ട്. സംശയം അവർ ഇന്ന് ALMS എന്ന് പറഞ്ഞ ഈ ശിശുക്ഷേമ വകുപ്പിൻ്റെ അംഗൻവാടിയുടെ ഓഫീസിൽ നിന്നൊക്കെ ആൾ വന്ന്. അപ്പോൾ അത് അവരും കണ്ടതാണ്. അവരെന്തൊക്കെ ചോദിച്ചപ്പോൾ ഇവർ വിക്കിയൊക്കെയാണ് സംസാരിക്കുന്നത്. കുഞ്ഞിനെ നമ്മൾ ഇന്നലെ തന്നെ തൈക്കാട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. രാത്രി ഞങ്ങൾക്ക് താല്പര്യമില്ല, കേസൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞു. പക്ഷേ കുഞ്ഞ് രാത്രി ആയപ്പോൾ കരച്ചിൽ തുടങ്ങി കിടന്നപ്പം ഈ സൈഡ് വെച്ച്. അങ്ങനെ രാത്രി കൊണ്ടുവന്നപ്പോഴാണ് കുഞ്ഞ് കരച്ചിലായി. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നത്. ഇപ്പോൾ നമ്മൾ ഈ തൈക്കാട് ആശുപത്രിയിലായിരുന്നു, അവിടെ ഇങ്ങോട്ടേക്ക് SIT മാറ്റാനുള്ള കാരണം എന്താ? ENT ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടെ അവർക്ക് അതിനുള്ള സൗകര്യമില്ല, നേരെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. എന്തെങ്കിലും കുഞ്ഞിന് കാര്യമായി പരിക്കാകത്ത്? ഇപ്പോൾ അവർ മരുന്ന് ഒഴിച്ച് 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് കേസുമായി മുന്നോട്ട് പോവോ? ഇതിപ്പം അവർ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് മുന്നോട്ട് പോകണം. കാരണം ഇന്ന് എൻ്റെ ക്വസ്റ്റിനെങ്കിൽ നാളെ വേറൊരു ക്വസ്റ്റിനാവല്ല. ഈ ടീച്ചർ ഇത് പുഷ്പകല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് ഇതിന് മുൻപ് പരാതികൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എന്തോ എനിക്ക് അതിനെപ്പറ്റി ആദ്യത്തെ അനുഭവമാണ്. എന്തായാലും കുഞ്ഞിന്റെ ഹെൽത്ത് ഇപ്പം ബെറ്റർ ആണെന്ന് തോന്നുന്നു. കരച്ചിലൊക്കെ നിർത്തി. ഇനി ഇതൂടെ നോക്കിയിട്ട് മുന്നോട്ട് പോകുന്നത്. ഏതായാലും കുട്ടിയുടെ പിതാവ്, അതായത് ഈ മുട്ടമൂടി മർദ്ദനമേറ്റ ഈ അംഗനവാടിയിൽ ടീച്ചർ കയ്യാഞ്ഞു വീശി ആ പാടൊക്കെ നമ്മൾ കണ്ടതാണ്. അത്രത്തോളം നമ്മളെ നെഞ്ച് പിടപ്പിച്ചൊരു ദൃശ്യമാണത്. ആ കുഞ്ഞിൻ്റെ അച്ഛനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. തിരുവനന്തപുരം SIT ആശുപത്രിയിൽ കുഞ്ഞിനെ ഇപ്പോൾ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുവന്നിരിക്കുകയാണ്. ഷെഫീദ്, അതിക്രൂരമായ ഒരു ആക്രമണമാണ്. 2.25 വയസ്സുള്ള കുഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ ഇത്ര ചെറുതാവും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ കുട്ടി ഇത്തരത്തിൽ അതിക്രൂരമായി കൈവീശി അടിച്ച് ആ പാടുകൾ ആ കുട്ടിയുടെ മുഖത്തടക്കം കാണുന്നുണ്ട്. ഇപ്പോൾ ടീച്ചർ എവിടെയാണ്? ടീച്ചർക്കെതിരെ കേസെടുത്തോ? നിലവിൽ ഇപ്പോൾ ഈ പരാതിയുമായി പോകാനുള്ള ഒരു സമയം അത് ഈ മാതാപിതാക്കൾക്ക് കിട്ടിയിട്ടില്ല. കാരണം ഇന്നലെ തൈക്കാട് ആശുപത്രിയിലേക്ക് പോയി. അവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് ഇന്ന് ഇപ്പോൾ തിരുവനന്തപുരം SIT, നമ്മളിപ്പോൾ നിൽക്കുന്ന SIT ആശുപത്രി പരിസരത്താണ്. അവിടേക്ക് എത്തി കുഞ്ഞിനെ ഇപ്പോൾ ചെവിയിൽ മരുന്നൊഴിച്ചിട്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ ഹെൽത്ത് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് അവർ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അല്പസമയം മുൻപ് കുട്ടിയുടെ പിതാവ് നമ്മളോട് പ്രതികരിച്ചത്. ഏതായാലും ഈ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. മാത്രമല്ല തൈക്കാട് ആശുപത്രി തമ്പാനൂർ പോലീസിന് അങ്ങനെ ഇൻറ്റിമിഡേഷൻ കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായും പോലീസ് അത് ഈ നരുവാമൂട് പോലീസിനെ അറിയിക്കുകയും അത് കേസായി മാറുകയും ചെയ്യും. മാത്രമല്ല വനിതാ ശിശു ക്ഷേമ വകുപ്പും അതുമായി ബന്ധപ്പെട്ട് ചില ഇടപെടൽ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ ആരോപണ വിധേയമായിട്ടുള്ള പുഷ്പകല അവരെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്നുള്ള വിവരം വകുപ്പിൽ നിന്ന് ലഭിക്കുന്നു. പക്ഷേ അത് ഔദ്യോഗികമായ മാറ്റി നിർത്തലാണോ, അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാം. സുഹൈൽ, എന്തായാലും കുഞ്ഞുകുട്ടികളെ പരിപാലിക്കേണ്ട അങ്കണവാടി ടീച്ചറാണ് ഇത്തരത്തിലൊരു ക്രൂരത കാട്ടിയിരിക്കുന്നത്. എന്തായാലും ഉടൻ തന്നെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തും, കേസെടുക്കും. നിലവിൽ അധ്യാപിക മാറ്റി നിർത്തിയ അനൌദ്യോഗികമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്, അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.